ടൈൽസ് ഓഫ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു നല്ല ബ്രേക്കിന് ശേഷമാണ് കേട്ടോ ഞാനൊരു ലോങ് വീഡിയോ ഇടുന്നത്. അപ്പോൾ നമുക്ക് ഓണമൊക്കെ ആയിട്ട് ഒരു കുറുക്ക് കാളൻ ഉണ്ടാക്കാം. നേന്ത്രപ്പഴ കാളനാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. കാളൻ ഉണ്ടാക്കാനായിട്ട് അധികം പഴുക്കാത്ത 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുക്കുമ്പോൾ പഴത്തിൻ്റെ ഉള്ളിലെ ആ പൂവില്ലേ അതൊന്ന് കളഞ്ഞിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പഴം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഞാൻ ചട്ടിയിലേക്ക് പഴം അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിന്ന് കാളൻ ഉണ്ടാക്കുന്നത് മൺചട്ടിയിലാണ് കേട്ടോ. മൺചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ 1 ടീസ്പൂൺ ഉപ്പാണ് ഇപ്പോൾ ചേർക്കുന്നത്. ആവശ്യമാണെങ്കിൽ പിന്നീട് ചേർക്കാം കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇത്രയും ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പഴം പെട്ടെന്ന് വേവില്ല, അതുകൊണ്ട് വേവാൻ ആവശ്യത്തിന് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഓവർ വെള്ളമായി പോകരുത്. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിക്കാനായിട്ട് വെക്കാം. വെന്ത് വരുമ്പോഴേക്കും നമുക്ക് അരപ്പ് തയ്യാറാക്കണം. അതിനുവേണ്ടി ഞാനിവിടെ 2 കപ്പ് ചെറിയ തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. 250 ml കപ്പാണ് കേട്ടോ. ഇനി നമുക്ക് നല്ല കട്ട തൈര് എടുക്കാം. 5 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് തൈരാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് മിക്സഡ് ജാറിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. പിന്നെ ജീരകം ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ 1 ടീസ്പൂൺ ജീരകമാണ്, ചെറിയ ജീരകമാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം 3 പച്ചമുളക് കീറിയതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. കഷ്ണങ്ങൾ വേവിച്ചപ്പോൾ നമ്മൾ മുളക് പൊടി ചേർത്തതാണ്. അപ്പോൾ എരിവിനനുസരിച്ച് മുളക് ചേർത്താൽ മതി കേട്ടോ. ഇനി മിക്സഡ് ജാറിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന തൈര് ഒഴിച്ചു കൊടുക്കാം. ഈ തൈര് വെച്ചിട്ടാണ് നമ്മൾ അരച്ചെടുക്കുന്നത്, അല്ലാതെ വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല. വെള്ളം വേണമെങ്കിൽ ലാസ്റ്റ് ചേർക്കാം. അപ്പോൾ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ കഷ്ണങ്ങളെല്ലാം വെന്ത് ഗ്രേവി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. തേങ്ങയും തൈരും സെപ്പറേറ്റ് ചേർക്കുന്നവരുണ്ട് കേട്ടോ. തേങ്ങ അരച്ചതിന് ശേഷം കറിയിലേക്ക് ചേർത്ത് നന്നായിട്ട് വറ്റിച്ച് വരട്ടിയെടുത്തതിന് ശേഷം തൈര് ചേർക്കുന്നവരുണ്ട്. പക്ഷേ എനിക്ക് കുറച്ചും കൂടി ടേസ്റ്റ് തോന്നിയത് ഇങ്ങനെ വെക്കുമ്പോഴാണ് കേട്ടോ. ഒരു സദ്യ സ്റ്റൈല് കാളൻ്റെ ടേസ്റ്റ് എനിക്ക് കിട്ടിയത് ഈ ഒരു രീതിയിൽ വെച്ചപ്പോഴാണ്. അപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുമ്പളകളൊക്കെ ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ വെള്ളം വറ്റിയിട്ടുണ്ടാകും. വെള്ളം വറ്റിച്ച് നന്നായിട്ട് വരട്ടി എടുക്കുമ്പോഴാണ് കേട്ടോ കുറുക്ക് കാളന് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ഇതിലെ വെള്ളം കുറച്ചും കൂടി ഒന്ന് വറ്റാനുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ കുറച്ചും കൂടെ വെള്ളം ഒന്ന് വറ്റി ഒന്നും കൂടെ കുറുകാനുണ്ട്. ഈ ചട്ടിയിൽ ഇരുന്ന് തന്നെ നന്നായിട്ട് കുറുകും കേട്ടോ. എന്നാലും കുറച്ചും കൂടെ കുറുകാനുണ്ട്. അത് കുറുകി വരുമ്പോഴേക്കും നമുക്ക് താളിപ്പ് തയ്യാറാക്കാം. അപ്പോൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണയിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കടുക് പൊട്ടിക്കാം. അതിൻ്റെ കൂടെ തന്നെ ഉലുവയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓരോ ടീസ്പൂൺ വെച്ചിട്ടാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. ഉണക്കമുളക് താളിക്കാനായിട്ട് ഇടുമ്പോൾ കഷ്ണങ്ങളാക്കി ഇടാതെ ഇങ്ങനെ മുഴുവനെ ഇടുന്നതായിരിക്കും കേട്ടോ കൂടുതൽ ടേസ്റ്റ്. അത് ശ്രദ്ധിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. ഇനി നമുക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്തത്. സാധാ മുളക് പൊടിയാണ് കേട്ടോ, കാശ്മീരി ചില്ലി പൗഡർ ചേർക്കരുത്. പിന്നെ അതിൻ്റെ കൂടെ ഉലുവപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നെയ്യിൽ ആ ഉലുവപ്പൊടിയും കൂടെ ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി നമുക്കത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കറിയിലേക്ക് ഒഴിച്ചതിന് ശേഷം കറി എടുക്കാൻ നേരത്ത് മാത്രം അത് മിക്സ് ചെയ്താൽ മതി കേട്ടോ. അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവണേ. അപ്പോൾ അതാ ഞാൻ കറി എടുക്കുന്നതിന് തൊട്ട് മുൻപാണ് കേട്ടോ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ആ കറിയിലേക്ക് ആ താളിപ്പിൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ കറി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. പിന്നെ ഫുഡ് വ്ളോഗൊക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ. അപ്പോൾ കുറുക്ക് കാളൻ ഞാനൊരു ബൗളിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തവണത്തെ ഓണത്തിന് ഇതുപോലെ കുറുക്ക് കാളൻ ഉണ്ടാക്കി നോക്കണേ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.